എബോള വൈറസ് ബാധയിൽ സംസ്ഥാനത്ത് നിലവിൽ ആശങ്ക വേണ്ടെന്ന ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മാർഗനിർദ്ദേശം പുറത്തിറക്കാൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വിമാനത്താവളങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ലാൽ, കേരളത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ പോലും അതീവ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഏറെക്കുറെ കോവിഡിന് സമാനമായ നിലയിലേക്ക് ഈ മുന്നൊരുക്കങ്ങൾ മാറുകയാണോ? തീർച്ചയായിട്ടും. അതായത് സംസ്ഥാനത്ത് നിലവിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി വിദേശ സഞ്ചാരികൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവരടക്കമുള്ള ആളുകൾ മടങ്ങി വരുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ജാഗ്രത നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തുള്ള മുഴുവൻ എയർപോർട്ടുകളിലും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നുള്ള ആളുകൾ എത്തുന്നതും വിമാനങ്ങൾ എത്തുന്നതുമായിട്ടുള്ള എയർപോർട്ട് എന്ന് കണക്കൂട്ടുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തെർമൽ സ്കാനിങ്, അതോടൊപ്പം ഈ എത്തുന്ന ആളുകളുടെ 21 ദിവസത്തെ റൂട്ട് മാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പായും ശേഖരിക്കണം എന്ന കാര്യം നിർദ്ദേശമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള പനിയോ അല്ലെങ്കിൽ പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അസ്വസ്ഥതയുള്ളവരാണ് എങ്കിൽ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യുന്നടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പുറത്തിരിക്കുന്നത്. ഇത് എയർപോർട്ട് അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ഇതിൻ്റെ ജാഗ്രത തുടർന്നാൽ മാത്രം മതി. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ജാഗ്രത വേണം എന്ന കാര്യം അദ്ദേഹം ഊന്നലോടെ പറയുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾ നിലവിൽ ഐസൊലേഷൻ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ആലുവയിലെ ജില്ലാ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയിൽ ഐസൊലേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കൂടുതൽ സംവിധാനം വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ അടക്കം ഇതിനുവേണ്ടി നിയോഗിക്കാനും അവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശവും നൽകി ആരോഗ്യവകുപ്പ്. ശരി, ലാൽ കൃഷ്ണയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.